ഒരു നല്ല ട്രെൻഡ് കേരളത്തിൽ മുഴുവനും അലയടിക്കുന്നുണ്ട് എന്നുള്ളതിനൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം വരുന്നുണ്ട്. 9-ാം തീയതിയിൽ ഇലക്ഷനിൽ അവർക്ക് പ്രതിഫലിക്കും. കേരളീയ സമൂഹം ടീം UDF-ൻ്റെ ഒപ്പമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ കാഫി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആ കേസ് ഇപ്പം പോലീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് അതിന് തെളിവുകൾ കിട്ടിയിട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പേരാമ്പ്രയിൽ സമാനമായ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ പുറത്തു വന്ന ഈ ഒരു ഘട്ടത്തിലാണ് അന്നത്തെ ഏറ്റവും വലിയ വിവാദമായ സ്ക്രീൻഷോട്ട് വിവാദം അത് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഫോണിൻ്റെ പരിശോധനാ ഫലം വന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇപ്പോൾ പഴയ തവണക്കട്ടെ ഇപ്പോൾ പുതിയത് അതും ഏറെ അപകടകരമായ ഒന്നാണ്. അവിടെ ഫാത്തിമ ഷാലിയക്ക് എതിരെ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ആവട്ടെ UDF ആവട്ടെ അവിടെ മതസൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ സഹവർത്തിത്വമാണ് ആവശ്യം. എല്ലാ സമൂഹങ്ങളുടെയും വോട്ടുകൾ വാങ്ങി ജയിക്കുക എന്നുള്ളതിനാണ് ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നലെയൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു TP രാമകൃഷ്ണൻ. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാകുന്ന പ്രചരണ വാഹനങ്ങളൊക്കെ ബോധപൂർവ്വം അല്ല, അതിപ്പോൾ ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരം എന്താണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കാവുന്ന ഭിന്നതയും ചിത്രതയും അത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാലും ഇതൊക്കെ നിലനിൽക്കും. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇലക്ഷന് ശേഷവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന വിള്ളൽ അത് പിന്നെ ആ വിടവ് നികത്താതെ വലിയ പ്രയാസം ഉണ്ടാക്കും എന്നാണ് അവർ